വയനാട്ടിൽ ഉരുൾ വിഴുങ്ങിയവരെ യാത്രയാക്കുകയാണ് നാടൊന്നാകെ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അലമുറയിടുന്നവരെയാണ് എങ്ങും കാണാനാകുന്നത്. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പുത്തുമലയിൽ ഹാരിസൺ തോട്ടത്തിലാണ് ഇതിനായി കുഴികൾ എടുത്തിരിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാത്ത മൃതദേഹം മറവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും കൂടാതെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ഇവിടുത്തെ MLA ടി സിദ്ദിഖ് അടക്കം ഞങ്ങളടക്കം ഇരുന്ന് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ട് HMLയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരാവശ്യമായ ഭൂമി, ഈ ബോഡികൾ മറവ് ചെയ്യാൻ ആവശ്യമായ ഭൂമി വിട്ടുതരാമെന്ന് പറഞ്ഞു. ആ സമ്മതപത്രം കൊടുത്തു. കലക്ടറിന്റെ പ്രൊസീജിയറാക്കി ഗവൺമെന്റ് കൊടുത്ത് ഗവൺമെന്റ് GO ഇറക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പണി നടക്കുന്നത്. ഇന്ന് ഏതാണ്ട് 30-ൽ കൂടുതൽ ബോഡികൾ സർവമത പ്രാർത്ഥനയോടുകൂടി പ്രത്യേകം സജ്ജമാക്കിയ ഈ ശ്മശാനത്ത്, ഈ ഭൂമിയിൽ അടക്കം ചെയ്യും. അതെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു സംവിധാനം. മാത്രമല്ല, ഇവിടെ പുത്തുമലയും അതോടൊപ്പം തന്നെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം മേഖലയൊക്കെ ഓർമ്മ പുതുക്കുന്ന ദിനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവർക്ക് അന്തരാഞ്ജലികൾ അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അത് പിന്നീട് കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വളരെ ഗൗരവമായി പെടുത്തും. ഗവൺമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ GO ഇറങ്ങേണ്ടതുണ്ട്. അത് ഇറക്കുന്ന അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കലക്ടർ GO ഇറക്കും. എന്നാലും കുത്തൊഴുക്കിൽ വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഇനിയും തിരികെ കിട്ടാത്തവർ, മൃതദേഹം പോലും തിരികെ ലഭിക്കാത്തവരൊക്കെ പുത്തുമലയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇവിടെ അന്ത്യവിശ്രമം ഒരുങ്ങുന്നവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിൽ കൂടിയാണ്. ഏതായാലും പുത്തുമലയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവർ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവർ അതിനകത്തുണ്ട് എന്നുള്ള ഉറപ്പല്ല, പക്ഷെ ആ വിശ്വാസമാണ് അവരെ അവിടെ നിൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ട് ആ സംസ്കാര ചടങ്ങുകൾ വേഗത്തിൽ തുടങ്ങും, പുരോഗമിക്കും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ? അപർണ, തീർച്ചയായും ഏത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര കർമ്മങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി ജീവിച്ചിരിക്കുന്നവർ കരുതുന്നത്. അത്തരത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട ആളുകളൊക്കെ നമ്മോട് സംസാരിച്ചത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരച്ചിൽ നടത്തിയെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ട നിരവധി ആളുകളെ ഇനിയും കാണാനുണ്ട്. തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ മരിച്ച കാര്യങ്ങളൊക്കെ അവർ വേദനയോടെ പറയുമ്പോഴും ചിലരെ എന്നാൽ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നത് തങ്ങൾക്കൊരു ദുഃഖമായി അവശേഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത്തരമൊരു സമയത്താണ് ഇങ്ങനെ ഈ കുറച്ച് അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ, അതായത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങൾ സംസ്കരിക്കുമ്പോൾ അതിൽ തങ്ങളുടെ ഉറ്റവരുണ്ട്, സഹോദരിയുണ്ട്, സഹോദരനുണ്ടെന്നൊക്കെ വിശ്വസിക്കുമ്പോൾ അവർക്കായി ഒരു കർമ്മം ചെയ്തു എന്നൊരു വിശ്വാസം തങ്ങൾക്കും, അല്ലെങ്കിൽ അങ്ങനൊരു ആശ്വാസം തങ്ങൾക്കും ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഒപ്പം എല്ലാ വർഷവും ഇവരുടെ ഓർമ്മ ദിനത്തിൽ ഇവിടെ എത്താം, അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലുമൊക്കെ ഇവിടെ എത്തി തങ്ങളുടെ സഹോദരിയാണ്, സഹോദരനാണ് എന്ന് കരുതി ഈ കുഴിമാടത്തിലേക്ക് വരാം എന്നൊരു വലിയ ആശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ കൊണ്ടാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കൊരു പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും എത്ര മൃതശരീരങ്ങൾ എത്തുമെന്നും നമുക്ക് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം. അത് സംബന്ധിച്ച കൃത്യമായൊരു അറിയിപ്പ് അല്ലെങ്കിൽ എണ്ണം സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇത്തരത്തിൽ കാത്തിരിപ്പ് നടത്തുന്ന ആളുകളുടെ ഒരു കാഴ്ച. നിലവിളക്കുകളുമൊക്കെ ആയാണ് ആളുകൾ വന്നിരിക്കുന്നത്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ ആരെങ്കിലും ഉറ്റവരുണ്ടോ, ഉടയവരുണ്ടോ? നിങ്ങളൊക്കെ എവിടുന്ന? പടിമാരിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഞങ്ങളുടെ ചെയർപേഴ്സൺ ഉണ്ട്. ഇപ്പം ഒരു വലിയ ശ്രേഷ്ഠമായ ചടങ്ങായിട്ടാണ് എല്ലാ മതത്തിന്റെയും വിശ്വാസം.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ഈ ഒരു നിമിഷത്തിൽ അവർക്ക് ഏറ്റവും ഉദാത്തമായ നിലയിലുള്ള ഒരു യാത്രയപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പം അതിന് യാതൊരുവിധ പങ്കോ ഇല്ലാത്ത രീതിയിലുള്ള പൂജകളും കർമ്മങ്ങളും പ്രാർത്ഥനകളും നിർവഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.